14-ാം ഭാഗത്തിൽ നമ്മൾ കണ്ടു, അതായത് മനോഹറിനെ ചിതയിലേക്ക് എടുക്കാൻ നേരത്ത് അവിടെ മനോഹറിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് രാധിക വരികയും രാധിക മനോഹറിന്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊന്നതാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും പോലീസ് വന്ന് മനോഹറിന്റെ ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതേ സമയം അപർണ ഒരു ഗ്രാമത്തിലെ ഒരു പ്രായമുള്ള സ്ത്രീയുടെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുന്നു. മറ്റൊരിടത്ത് ഗീത ഏജന്റിന് വഴങ്ങിക്കൊടുക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഏജന്റ് അവളുടെ നേരെ പാമ്പിനെയും തേളിനെയും അഴിച്ചുവിട്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇനി എന്തുണ്ടായി എന്ന് ഈ ഭാഗത്തിൽ കാണാം. നന്ദിനി അവളുടെ മകനെയും കൊണ്ട് മനോഹറിന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടേക്ക് മനോഹറിന്റെ അച്ഛനും അമ്മയും വരുന്നു. നന്ദിനിയെ കണ്ടതും അവർ അവളെ ദേഷ്യത്തോടെ നോക്കുന്നു. ആ സമയത്ത് രാധിക അവളുടെ മകളെയും കൊണ്ടുവരുന്നു. രാധികയുടെ മകൾ തേജ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അമ്മേ അമ്മേ എനിക്ക് വിശക്കുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരാം. ഇത് പറഞ്ഞ രാധിക തേജിനെ കൂട്ടി വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്നു. അപ്പോഴേക്കും മനോഹറിന്റെ അമ്മ അവളെ വീട്ടിൽ കയറ്റാതെ തടയുന്നു. അല്ല, നീ ഇതെങ്ങോട്ടാ? എന്റെ മകന്റെ ഭാര്യ എന്ന സ്ഥാനം നന്ദിനിക്ക് മാത്രമാണ്, അല്ലാതെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെയും കൊണ്ട് വലിഞ്ഞു കയറി വന്ന നിനക്കല്ല. പോലീസിനെ വിളിച്ചാൽ അവർ പറയും ആര് കയറണം ആരിറങ്ങണമെന്ന്. ഞാൻ കല്യാണം കഴിയാതെ തന്നെ അമ്മയായി. നിങ്ങളോ? നിങ്ങൾക്കും ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ല. ഞങ്ങളവന് ജന്മം നൽകിയിട്ടില്ല, പക്ഷേ ഞങ്ങളവനെ വളർത്തി വലുതാക്കിയില്ലേ? അവന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്നില്ലേ? ഞങ്ങൾ കള്ളത്തരം നിറഞ്ഞവരായിരിക്കും, പക്ഷേ ഞങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു. ഇതേ സമയം തേജ് വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മേ എനിക്ക് വിശക്കുന്നു, എനിക്ക് വല്ലാതെ വിശക്കുന്നു അമ്മേ. അപ്പോൾ മനോഹറിന്റെ അമ്മ കൈമാറ്റുന്നു. രാധിക അവളെയും കൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോകുന്നു. മനോഹറിന്റെ അമ്മ നന്ദിനിയുടെ കൈ പിടിക്കുന്നു. നന്ദിനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ആ സ്ത്രീ സങ്കടത്തോടെ നന്ദിനിയോട് ഇങ്ങനെ പറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കുമോളെ. നിന്നോട് ഞാൻ വളരെ മോശമായി പെരുമാറി. ഞാൻ നിന്നെ ഒരുപാട് വട്ടം വഴക്ക് പറഞ്ഞിട്ടും അടിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം സ്വത്തിന് വേണ്ടിയായിരുന്നു മോളെ. എന്നെ നിങ്ങൾ അടിച്ചതിനോ ചീത്ത പറഞ്ഞതിനോ എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നില്ലേ, അതിനാണ് എനിക്കിന്ന് വിഷമം, ദേഷ്യം. ഉറക്കെ അലറാനാ തോന്നുന്നത്. അങ്ങനെ ചെയ്ത് ഞങ്ങൾ കടന്നു കളഞ്ഞില്ലല്ലോ. ഞങ്ങൾ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാപ്പ് തരേണ്ടതല്ലേ? അതിന്റെ ശിക്ഷ ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണോ എന്റെ മനോഹരനെ വിഷം കൊടുത്ത് കൊന്നത്? അതെ മോളെ. ഇത് കേട്ടതോടെ അവൾ ആകെ ഞെട്ടിപ്പോകുന്നു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ നിലത്ത് വീണു പോകുമെന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവളുടെ മകൻ ഉറക്കെ കരയാൻ തുടങ്ങുന്നു. അവൾ പെട്ടെന്ന് ആ ഷോക്കിൽ നിന്ന് ഉണർന്ന് അവനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. ഇതാണ് ശരിയായ തക്കം എന്ന് മനസ്സിലാക്കി മനോഹറിന്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പാതിരാത്രി 2 മണിയായി. ഈ സമയം ഇൻസ്പെക്ടർ വിജയ് വേഷം മാറി ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ 6-ാമത്തെ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഞാൻ നിൽക്കുന്നുണ്ട്. ഫോണിന്റെ മറുവശത്ത് വിജയ്ക്ക് ആരുടെയോ ശബ്ദം കേൾക്കാമായിരുന്നു. 2 മിനിറ്റ് സംസാരിച്ചതിനു ശേഷം അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്നു. ഇതേ സമയം പാമ്പും തേളും ഗീതയുടെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ട ഏജന്റ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഗീത ആകെ പേടിച്ചു പോകുന്നു. അപ്പോഴാണ് ആരോ വാതിലിന് ശക്തിയായി അടിക്കുന്നത് അവർ കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഏജന്റ് പാമ്പിനെ എടുത്ത് ഒരു ബോട്ടിലിൽ ഇടുന്നു. തേളിനെ എടുത്ത് മറ്റൊരു ബോട്ടിലും ഇടുന്നു. ഗീത അപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വലിക്കുന്നത്. ഏജന്റ് പോയി വാതിൽ തുറക്കുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്ന് ഏജന്റിനോട് ഇങ്ങനെ പറയുന്നു, ചേട്ടാ, ഫ്രഷ് പെണ്ണിന് വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. സ്യൂട്ട് കേസ് നിറയെ പണവുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ആ, ഞാൻ ദാ വരുന്നു. അങ്ങനെ പറഞ്ഞ് ഏജന്റ് അവിടെ നിന്ന് പോകുന്നു. കോടിക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിൽക്കാൻ പോവുകയാണ്. അവിടെ നീ ഷെയ്ക്കിന് അടിമയായാണ് ജീവിക്കാൻ പോകുന്നത്. ഇവിടെ എനിക്ക് മാത്രം വഴങ്ങിയാൽ മതിയായിരുന്നു. അവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് ആർക്കും പറയാൻ പറ്റില്ല.
മറ്റൊരിടത്ത് അഞ്ജയ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ലോക്ക് തുറന്ന് വീടിനുള്ളിൽ കയറുന്നു. വീട് കാലിയായിരുന്നു. വീട്ടിൽ അപർണയും ഗീതയും ആരുമില്ലായിരുന്നു. അപർണ, ഗീത, നിങ്ങൾ എവിടെയാണ്? പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അവർ കണ്ടുപിടിച്ചു തരുമായിരിക്കും. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള പാർവതി അങ്ങോട്ട് വരുന്നു. എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സിനിമാക്കാരൻ പയ്യൻ വന്നിരുന്നു. അവന്റെ അടുത്ത് അപർണയും ഗീതയും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കണ്ട് എന്താണ് കാര്യം എന്നന്വേഷിച്ചപ്പോൾ എന്റെ മകൾ നന്ദിനിയെ ഫിലിം ഹീറോയിനായി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സിനിമാക്കാരൻ പയ്യന്റെ പേരറിയോ? എനിക്കറിയില്ല ചേട്ടാ. ഞാൻ ചോദിച്ചതാ, പക്ഷെ പറഞ്ഞില്ല. ചിലപ്പോൾ അമ്മയും മകളും ഫിലിം കാണാൻ പോയതാവും. ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും ഞാനൊന്ന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക. ഇത് കേട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നു. അഞ്ജയ വീടിന് പുറത്തിറങ്ങി ലോക്ക് ചെയ്യുന്നു. അയാൾ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകുന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹം അപർണയെ കാണുന്നു. അപർണ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. അവളെ കണ്ടതും എവിടെയോ പോയി ചതിയിൽപ്പെട്ട് വന്നതാണെന്ന കാര്യം അഞ്ജയ്ക്ക് അവളെ കാണുമ്പോൾ മനസ്സിലാകുന്നു. പക്ഷേ അപർണയുടെ കൂടെ ഗീതയെ കാണാനില്ലായിരുന്നു. അഞ്ജയെ കണ്ടതും അപർണ സങ്കടത്തോടെ അഞ്ജയുടെ കാലിൽ വീഴുന്നു. എനിക്ക് മാപ്പ് തരൂ. എന്റെ അത്യാഗ്രഹം കാരണം അജ്ഞാതരായ ആളുകളെ വിശ്വസിച്ചു. നമ്മുടെ കുടുംബം ഇങ്ങനെ ഛിന്നം ഭിന്നമാകാൻ കാരണം ഞാനാണ്. ഇങ്ങനെ പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അഞ്ജയ അവളെ കാലിൽ നിന്ന് എണീപ്പിച്ച് അവളുടെ കണ്ണുനീർ തുടച്ചു. നന്ദിനി എവിടെയാണ്? എനിക്ക് അവളോട് മാപ്പ് പറയണം. നന്ദിനിയുടെ പേര് കേട്ടതും അഞ്ജയ മിണ്ടാതെ നിൽക്കുന്നു. അപർണ അപ്പോഴാണ് വീട് ലോക്ക് ചെയ്തിരിക്കുന്ന കാര്യം കാണുന്നത്. അപ്പോൾ നന്ദിനി വീട്ടിലില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഓപ്പറേഷനു വേണ്ടി ആശുപത്രിയിലായിരിക്കുമെന്ന് അവൾ വിചാരിക്കുന്നു. നന്ദിനിക്ക് എന്ത് കുട്ടിയാ? മോനോ മോളോ? അല്ല, ഗീത എവിടെ? അപർണ നടന്ന കാര്യമെല്ലാം അഞ്ജയോട് പറയുന്നു. അഞ്ജയ ഇതെല്ലാം കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ ഒരൊറ്റ അടി അവളുടെ മുഖത്ത് കൊടുക്കുന്നു. നിങ്ങൾ എന്നെ അടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഗീതയെ അവൻ ആർക്ക്, എങ്ങനെ, എവിടെ, എന്തിനു വേണ്ടി വിറ്റു എന്ന് എനിക്കറിയില്ല. നിനക്ക് അയാളെ കണ്ടാൽ തിരിച്ചറിയോ? പോലീസുകാർക്ക് അവനെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ അവർ കണ്ടുപിടിച്ചോളും. വാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. മറ്റൊരിടത്ത് വിജയും ഏജന്റും തമ്മിൽ സംസാരിക്കുന്നു. നിങ്ങളുടെ ക്യാഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വേഗം ഐറ്റം കാണിക്കേ. ഇത് കേട്ടതും ഏജന്റ് വിരൽ ഞൊടിക്കുന്നു. പയ്യൻ ഗീതയെയും കൊണ്ടുവരുന്നു. ഗീത ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോ, എന്തൊരു അടിപൊളി ഫിഗറാണ്. നല്ല ഭക്ഷണം കൊടുത്തൊന്ന് ശ്രദ്ധിച്ച ഇതിലും നന്നാവും. വാശിക്കാരിയാണിവൾ. കഴിക്കാനുള്ളത് കൊടുത്താലും കഴിക്കാതെ ദേ ഇപ്പോൾ നോക്ക് ഈ കോലമായി. ആ ഐറ്റം കണ്ടല്ലോ, ഇനി ക്യാഷ് എടുക്ക്. വിജയ് ഒന്നും മിണ്ടാതെ സ്യൂട്ട് കേസിൽ നിന്ന് തോക്കെടുക്കുന്നു. എന്നിട്ട് ഏജന്റിന്റെ നെറ്റിയിൽ വെക്കുന്നു. നിന്റെ കളി മതിയാക്കിക്കോ. ഇത്രയും നാൾ നീ കളിച്ചില്ലേ? ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്ന് ജീപ്പ് കയറിക്കോ. അല്ലാതെ ഇവിടുന്ന് ഒരടി അനങ്ങിയ നിന്നെ ഞാൻ കൊന്നുകളയും. എൻകൗണ്ടർ ഓർഡർ എൻ്റെ കയ്യിലുണ്ട്, അതോർത്തോ. ഏജന്റ് ആകെ ഞെട്ടിപ്പോകുന്നു. ഇത്രയും വർഷമായിട്ടും ആർക്കും ഈ സ്ഥലത്തെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. ഏജന്റിന്റെ ഈ സംശയം ആ പയ്യനിലേക്ക് നീളുന്നു. ഏജന്റ് ആ പയ്യനെ നോക്കുമ്പോൾ ആ പയ്യൻ തല കുനിച്ചു നിൽക്കുന്നുണ്ടാകും. അത് കണ്ടതും ഇതവന്റെ പണിയാണെന്ന് ഏജന്റിന് മനസ്സിലാകുന്നു. വിജയ്, ഗീത, ഏജന്റ് ജീപ്പിൽ കയറി അവിടെ നിന്ന് പോകുന്നു. പയ്യൻ വിജയുടെ സൂട്ട് കേസ് തുറന്നു നോക്കും. അതിൽ 10 ലക്ഷം രൂപ കാണും. അവൻ അതും എടുത്ത് അവിടുന്ന് പോകുന്നു. അഞ്ജയും അപർണയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. അവരുടെ മുന്നിൽ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഗീതയെ അവിടെ ഇറക്കി ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുന്നു. 3 പേരും ഇൻസ്പെക്ടറിനോട് നന്ദി പറയുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മനോഹറിന്റെ ബോഡി ദഹിപ്പിക്കാൻ കൊണ്ടുവരുന്നു. നന്ദിനിയും രാധികയും അവിടെയുണ്ട്. അവിടേക്ക് ഗീത, അപർണ, അഞ്ജയും വരുന്നു. അവർ എല്ലാവരും കൂടി മനോഹറിന്റെ വീട്ടിലോട്ട് പോകുന്നു.
നന്ദിനിയും രാധികയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജ് നന്ദിനിയുടെ മകനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തേജിന്റെ കളി കണ്ട് നന്ദിനിയുടെ മകൻ ഉറക്കെ ചിരിക്കുന്നു. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു. ഇതോടെ ഗർഭിണിയും രണ്ടാനമ്മയും എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ ഈ കഥയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ വലിയൊരു താങ്ക്സ്. ഇനിയും പുതിയൊരു കഥയുമായി ഞങ്ങൾ വീണ്ടും വരും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കീപ് വാച്ചിങ്.